ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോസാണ് അലർജി, പ്രത്യേകിച്ച് ഡൈ മൂലം ഉണ്ടാകുന്ന അലർജി. ഈ ഡൈയുടെ അലർജി പലപ്പോഴും ആളുകൾ സമ്മതിക്കാൻ വളരെ പ്രയാസമാണ്. അവർ പറയുന്നത് ഞങ്ങൾ നേരത്തെ മുതൽ ഈ ഡൈ ആണ് ഉപയോഗിക്കുന്നത്, ഇത്രയും നാളും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇത് ഡൈയുടെ ആവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ ആളുകൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ അലർജി ഉണ്ടായിരുന്നില്ല എന്നെങ്കിൽ കാലക്രമേണ ഇതിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ ഡൈയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വന്നാൽ, ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു ലാഭം കൂട്ടാൻ വേണ്ടി അതിലെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്താലും ഈ അലർജി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഡൈയുടെ അലർജി ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഡൈയുടെ അലർജി വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അതിനെ കാണുന്നത് ചെവിയിൽ ഒരു ചുമന്ന് തടിച്ചു വരുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ മുഖത്ത്, കഴുത്തിന്റെ സൈഡിൽ, ഈ രീതിയിലൊക്കെ അതിന്റെ റിയാക്ഷൻസ് കാണാം. കാലക്രമേണ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ കറുത്ത് വരുന്ന ഒരു സ്ഥിതിയാണ് മിക്കവാറും ഡൈയുടെ അലർജിയിൽ കാണുന്നത്.